വയനാട് തുരങ്കപാത നിർമ്മാണ അനുമതി സംബന്ധിച്ച് ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങും. പരിസ്ഥിതി ലോല പ്രദേശത്ത് തുരങ്കപാത നിർമ്മാണത്തിന് സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതി കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു. വിദഗ്ധ സമിതി ശുപാർശ ചെയ്തതോടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാമെന്നാണ് MLA ലിൻഡ് ജോസഫിൻ്റെ നിലപാട്. എന്നാൽ പദ്ധതിക്കെതിരെ പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, ഈ ഒരു വയനാട് തുരങ്കപാത ഇതുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്, ഒപ്പം ഇതിനെതിരെ പ്രതിഷേധവും ഉയരുന്നുണ്ട്. വിവരങ്ങൾ. വയനാട് തുരങ്കപാത നിർമ്മാണവുമായി മുന്നോട്ട് പോവുക തന്നെയാണ്. ഇത് സംബന്ധിച്ച തീരുമാനം, അതായത് അനുമതി പരിസ്ഥിതി ആഘാത സമിതി നൽകിയിരുന്നു. ഈ മാസം 1-ാം തീയതിയായിരുന്നു ഇത് സംബന്ധിച്ചുള്ള യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നിർമ്മാണ അനുമതി സംബന്ധിച്ചുള്ള ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില വ്യവസ്ഥകൾ സമിതി മുന്നോട്ട് വെച്ചിരുന്നു. അതായത് സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ ഒരു ശുപാർശയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സൂക്ഷ്മ സ്കെയിൽ മാപ്പിംഗ് തുടർച്ചയായി നടത്തുകയും അതോടൊപ്പം തന്നെ നിരീക്ഷണം ഏർപ്പെടുത്തുകയും വേണം എന്നുള്ള ശുപാർശയുണ്ട്. അതോടൊപ്പം ടണൽ റോഡിന്റെ ഇരുഭാഗത്തും അതിതീവ്ര മഴ മുന്നറിയിപ്പ് അത് നൽകുന്ന കാലാവസ്ഥാ സ്റ്റേഷനുകൾ സ്ഥാപിക്കണം. അതോടൊപ്പം തന്നെ ഭൂമിയുടെ ഘടന അനുസരിച്ച് ടണലിംഗ് രീതികൾ തെരഞ്ഞെടുക്കണം. ജില്ലാ കളക്ടർ ശുപാർശ ചെയ്യുന്ന 4-അംഗ വിദഗ്ധ സമിതി ഇതെല്ലാം നിരീക്ഷിക്കുന്നതിനായി ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിക്കണം. നിർമ്മാണത്തിൽ ഏർപ്പെടുന്നവർക്ക് മതിയായ സുരക്ഷ ഏർപ്പെടുത്തണം തുടങ്ങിയ നിബന്ധനകളാണ് ഈ ആഘാത സമിതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്പൻകാപ്പ് ആനത്താര സംരക്ഷണം, ബാണാസുര ചിലപ്പൻ പക്ഷിയുടെ സംരക്ഷണം, ഇരവഴിഞ്ഞിപ്പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് നിലനിർത്തുക തുടങ്ങിയവ ഉറപ്പാക്കണം എന്നുള്ളതും വിദഗ്ധ സമിതിയുടെ നിർദ്ദേശത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിർമ്മാണ അനുമതി നൽകിയതോടുകൂടി ഇനി അത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഉടൻ കടക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ പരിസ്ഥിതി പ്രവർത്തകർ അടക്കം രംഗത്ത് പ്രതിഷേധം അറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഈ പരിസ്ഥിതി ആഘാത സമിതി ഇത്തരത്തിലുള്ള ശുപാർശകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ കൃത്യമായി പാലിക്കപ്പെടില്ല. പദ്ധതി ഈ കൃത്യമായിട്ടുള്ള ഈ സുരക്ഷാ മുൻകരുതൽ ഉൾപ്പെടെ സ്വീകരിക്കാതെ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളതാണ് പരിസ്ഥിതി പ്രവർത്തകർ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇന്ന് ഔദ്യോഗിക ഉത്തരവ് സർക്കാർ പുറത്തിറക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രശ്മി, ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷവും ഈ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതിനെയാണല്ലോ വയനാട് പരിസ്ഥിതി സംരക്ഷണ സമിതി അടക്കം രംഗത്ത് വന്നിരുന്നത്. ഈ പരിസ്ഥിതി ആഘാത പഠന സമിതിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷവും ഈ വ്യവസ്ഥകൾ പഠിച്ചതിന് ശേഷവും അവരുടെ നിലപാട് എന്താണ്? അവർ കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെയാണ് അന്ന് പങ്കുവച്ചിരുന്നത്. ഇപ്പോൾ ഈ ഫിനാൻഷ്യൽ ബിഡ് അടക്കം തുറന്ന് ഈ പ്രവർത്തനവുമായി സർക്കാർ മുന്നോട്ട് പോകുന്ന അവസ്ഥയിലേക്ക് കൂടി എത്തുമ്പോൾ ഇതിനെതിരെയുള്ള പ്രതിഷേധം ഏത് തലത്തിലേക്ക് മാറിയേക്കാം? രശ്മിയിലേക്ക് വരാം. ചെറിയ സാങ്കേതിക തടസ്സമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ 25 വ്യവസ്ഥകളോടുകൂടിയാണ് ഈ പരിസ്ഥിതി ആഘാത പഠന സമിതി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എങ്കിലും അത് കിട്ടിയ മാത്രയിൽ തന്നെ സർക്കാർ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി എന്നുള്ളതാണ്. പക്ഷേ ഈ കാണുന്ന ദൃശ്യങ്ങൾ നിഖിൽ നമുക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അന്ന് നമ്മൾ കണ്ടതാണ് വയനാട്ടിൽ ആ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുക. ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് പോലും സർക്കാർ ഒന്നുകൂടി ആലോചിക്കാതെ, നേരത്തെ വീണ പറഞ്ഞതുപോലെ ഈ റിപ്പോർട്ട് കിട്ടിയ പാടെ തന്നെ സർക്കാർ അതുമായി മുന്നോട്ട് പോകുന്ന രശ്മി, അതാണ് ചോദിച്ചത്. ഈ ഫിനാൻഷ്യൽ ബിഡ് അടക്കം തുറന്നുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോയിരിക്കുകയാണ്. അതേസമയം ഈ പരിസ്ഥിതി ആഘാത പഠന സമിതി മുന്നോട്ട് വച്ച 25 വ്യവസ്ഥകളടക്കമുള്ള കാര്യങ്ങളിൽ ഈ വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയുടെ നിലപാട് എന്താണ്? അവർ നേരത്തെ കോടതിയിലേക്ക് അടക്കം പോകുമെന്ന കാര്യം വ്യക്തമാക്കിയിരുന്നതാണ്. അവരെങ്ങനെ പ്രതിഷേധിക്കും? കോടതിയിലടക്കം പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നതിൽ പ്രതിഷേധവും നിലവിൽ അറിയിച്ചിട്ടുണ്ട്. കാരണം ഇത്രത്തോളം വ്യവസ്ഥകൾ, ഏതാണ്ട് 20-ലധികം വ്യവസ്ഥകളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ ശുപാർശകൾ അടക്കമുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത് കൃത്യമായി പഠിക്കാതെ, അതിൽ ഒന്നുകൂടി പഠനം നടത്താതെ, വിശദമായിട്ടൊരു പഠനം നടത്താതെ മുന്നോട്ട് പോവുക എന്നുള്ളത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഈ സമിതി ഉൾപ്പെടെ നിലവിൽ പറയുന്ന ഒരു കാര്യം. കൃത്യമായിട്ടുള്ള പഠനം നടത്തണം, അതിനുശേഷം മാത്രം പദ്ധതിയിലേക്ക് കടക്കണം എന്നുള്ളതാണ്. കാരണം ആ മേഖലയുടെ പ്രത്യേകത നമുക്കറിയാം. വലിയ രീതിയിലുള്ള സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചില്ല എങ്കിൽ നേരത്തെ ഉണ്ടായ ദുരന്തം അത് നിരവധി ആളുകളുടെ ജീവനെടുത്ത ഒരു സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ളൊരു പദ്ധതി, അത് വയനാട് മേഖലയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ളൊരു തുരങ്കപാത പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള കുറച്ചുകൂടി വിശദമായിട്ടുള്ള പഠനമൊക്കെ നടത്തേണ്ടതുണ്ട്. മാത്രമല്ല ഈ ശുപാർശകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ശുപാർശകളെല്ലാം കൃത്യമായി തന്നെ അത് പാലിക്കപ്പെടേണ്ടതുണ്ട്. ഇതിൽ പരിസ്ഥിതി പ്രവർത്തകർ അടക്കം പറയുന്ന ഒരു കാര്യം
സമിതിയും ഈ ശുപാർശകളൊക്കെ തന്നെ വെറുതെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊന്നും തന്നെ പാലിക്കപ്പെടില്ല എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു കാര്യം. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള നിർമ്മാണത്തിലേക്കൊക്കെ ഉടൻ കടക്കും എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സംബന്ധിച്ചുള്ള ഉത്തരവും ഇന്ന് പുറത്തിറങ്ങും. ഓക്കെ.